ISL 12-ാം സീസൺ നടക്കുമോ എന്ന് ഇന്നറിയാം. AFF വിളിച്ച മുഴുവൻ ക്ലബ്ബുകളുടെയും യോഗം ഡൽഹിയിൽ ചേരും. അതേസമയം ഒഡീഷയ്ക്കും ബംഗളൂരുവിനും പിന്നാലെ ചെന്നൈയിൻ FC-യും താരങ്ങൾക്ക് ശമ്പളം നൽകുന്നത് കഴിഞ്ഞ ദിവസം നിർത്തിവച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ യോഗത്തിൽ മോഹൻ ബഗാൻ പങ്കെടുക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. T20 ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച അഫ്ഗാനിസ്ഥാൻ സ്പിന്നർ റാഷിദ് ഖാൻ 2020-ൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടുന്ന താരമായ റാഷിദ് 680 വിക്കറ്റുകളാണ് താരം ഇതുവരെ വീഴ്ത്തിയത്. ദ 100-ന്റെ ഉദ്ഘാടന മത്സരത്തിലായിരുന്നു റാഷിദ് ഖാന്റെ നേട്ടം. ജൂലൈ മാസത്തേക്കുള്ള ICC പ്ലെയർ ഓഫ് ദി മന്ത് അവാർഡിന് നാമനിർദ്ദേശം പട്ടികയിൽ ഇന്ത്യൻ ടെസ്റ്റ് നായകൻ ശുഭ്മാൻ ഗില്ലും. ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിൽ 784 റൺസ് എടുത്തതോടെയാണ് താരം പട്ടികയിൽ ഉൾപ്പെട്ടത്. ഗില്ലിന് പുറമെ ദക്ഷിണാഫ്രിക്കൻ ഓൾറൗണ്ടർ ബിയാൻ മുൾഡറും ഇംഗ്ലണ്ട് ടെസ്റ്റ് നായകൻ ബെൻ സ്റ്റോക്സുമാണ് പട്ടികയിലുള്ള മറ്റുള്ളവർ. ഇംഗ്ലണ്ടിലെ ഇന്ത്യയുടെ പ്രകടനത്തിൽ ടീമിനെ പ്രശംസിച്ച് ഇന്ത്യൻ മുൻ പരിശീലകൻ ഗാരി ക്രിസ്റ്റൻ. ഇംഗ്ലണ്ടിൽ പരിശീലകനായി ഗംഭീർ ടീമിനോടൊപ്പം നേടിയ നേട്ടങ്ങൾ കാണുന്നതിൽ സന്തോഷമുണ്ടെന്ന് ക്രിസ്റ്റൻ. അവസാന മത്സരത്തിലെ ഇന്ത്യയുടെ പോരാട്ട വീര്യവും എടുത്തു പറഞ്ഞായിരുന്നു പ്രശംസ. പരമ്പര സമനിലയിലാക്കിയത് ഇന്ത്യൻ ക്രിക്കറ്റ് വലിയ നേട്ടമാണെന്നും ഗാരി ക്രിസ്റ്റൻ. And it's great for Indian cricket, and I'm really pleased for Gautam Gambhir as well. He's know him well, worked with him a lot, and just pleased for what he's achieved with the team.